എന്റെ പൊന്നോ ന്യൂ ഇയർ മോഞ്ചോനെ അതിരപ്പള്ളി കാണിക്കാൻ കൊണ്ടുപോയ കഥയാണ് കേട്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ അതിരപ്പള്ളി കണ്ട ഒരു മലപ്പുറംകാരന്റെ കഥ. കാലത്ത് തന്നെ അമ്മ ഞങ്ങൾക്കുള്ള ഫുഡും സംഭവങ്ങളൊക്കെ സെറ്റാക്കി ആള് ജോലിക്ക് പോയി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടാ. നമുക്കൊന്ന് അതിരപ്പള്ളി വരെ പോയാലോ? എടാ ന്യൂ ഇയറെ മുഞ്ചി ഞാൻ അതിരപ്പള്ളിങ്ങനെ കാണിക്കണ പറഞ്ഞ അവന്റെ കരച്ചിൽ കേട്ടിട്ടാണ് അവനും പെറുക്കിട്ട് നേരെ വിട്ടത് അതിരപ്പള്ളിക്ക്. അതും നട്ടുവച്ച 1 മണിക്ക്. അതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം ലൊക്കേഷനാണ്. അങ്ങനെ ഇതൊക്കെ അവനോട് പറഞ്ഞ ആഞ്ഞ് തള്ളിയാണ് ഞാൻ അവനെ അതിരപ്പള്ളി വരെ എത്തിച്ചത്. എന്റെ തള്ളന്റെ പവർ കാരണം ഇടയ്ക്ക് വെച്ച വണ്ടിയുടെ പെട്രോൾ വരെ തീർന്നു. അങ്ങനെ ഒറ്റ മൈൻഡില് ഞങ്ങൾ അതിരപ്പള്ളിയിൽ എത്തിയിട്ടാ. അവിടെ നോക്കിയപ്പോ നിറയെ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികൾ. ശബരിമലയ്ക്ക് പോണ പകുതി മുക്കാൽ വണ്ടികളും ട്രിപ്പ് മോഡിൽ ഇവിടെ വന്നിട്ടാണ് പോണത്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാനൊക്കെ അവന് വലിയ ആവേശമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് അതിരപ്പള്ളി കണ്ട സന്തോഷമാണ് ദൈവന്റെ പൂമുഖത്ത് നിങ്ങൾ കാണുന്നത്. അവിടെ എത്തിയപ്പോഴേ അവൻ എന്നോട് ചോദിക്കുക ഇതൊന്നിട്ടാ പഞ്ചായത്തുകളാണോ? അല്ല അവൻ ചോദിച്ചാലും കാര്യണ്ടേ. ഈ കുഴി വരട്ടെ അവിടെ അവന് ഞാൻ വെള്ളച്ചാട്ടം കഴിക്കാൻ താഴെ കൊണ്ടുപോയതാ. ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. സത്യം പറയാലോ ഞങ്ങൾ രണ്ടുപേരും കഥച്ച് പട്ടികളായി. മേളക്ക് തിരിച്ചു കയറിപ്പിളിക്കും ഇപ്പൊ തലയിറങ്ങി വിടുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്തിയത്. അങ്ങനെ അവസാനം ഒരു ഐസ്ക്രീം നിന്നപ്പോ സമാധാനായി. എനിക്ക് ഇന്ന് തന്നെ അതിരപ്പള്ളി കാണാൻ പറഞ്ഞ് തുള്ളിയവന്റെ ഓട്ടം കണ്ട ജീവനും കൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ഒരു മന്ത് വാങ്ങിയെടുത്തപ്പോ ചെക്കന്റെ മുഖം തെളിഞ്ഞു. ഈ അതിരപ്പള്ളി യാത്ര ഇനി അവൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, അതെനിക്ക് ഉറപ്പാ. അപ്പൊ ശരിട്ടാ.